ചക്കിയ കണ്ടുപിടിച്ചത്. ആണോ? ചക്കിയുടെ അടുത്ത് പറഞ്ഞു, അപ്പ കുഴപ്പമാട്ടോ, പേര് താരിണി എന്നാണ്, മോഡലാണ്. ഞാൻ പറഞ്ഞു, കണ്ണാ ആ വരുമ്പോ പെട്ടിയും കൂടി എടുത്തോണ്ട് വന്നോളാം പറയുക. എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടവൻ കൊണ്ടിരുന്നല്ലേ. പിന്നെ അതെന്ത് ഇപ്പോൾ മക്കളൊക്കെ കല്യാണം കൂടി കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രണയിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടും. ഏത് നേരം അപ്പ 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 അമ്മ എന്ന് പറഞ്ഞ് നടക്കില്ലേ, അതൊക്കെ എല്ലാത്തിനും ഓടിച്ചു വിട്ടു. ഫസ്റ്റ് പ്രസവം നഴ്സ് പോലും ഇല്ല, ഞാനാണ് കൈ കൊണ്ടെടുക്കുന്നത്. ഒരു മോനും കൂടി നവനീത്. കണ്ണനുണ്ട് ഈ അസുഖം കേട്ടോ, ഈ പറഞ്ഞ സെയിം സാധനം. അപ്പം ഞങ്ങൾ പോയി മറ്റേത് ആദ്യപ്പോഴത്തേക്ക് അയാൾ വന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞ് അത് തനിയെ വരുമോ. ചക്കിക്കുണ്ട്, ഒയ്യോ വേറെ ലെവലാണ്. ചക്കി തുടങ്ങിയാൽ ഞങ്ങൾ ചിരിച്ച് കുത്തി മറയും ബെഡില്. എല്ലാം ഭയങ്കര വിഷമമാണ്. കണ്ണനും കൂടി അഭിനയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. നമ്മൾ മാത്രമല്ല, കേരളത്തിലുള്ള ഓരോരുത്തരും മിസ് ചെയ്യുന്ന ഒരാളാണ്. ഡൗൺ ടു എർത്തായിട്ട് മണ്ണിൽ നിന്നൊരു മനുഷ്യനാണ്. ഏറ്റവും അവസാനത്തെ ഷോട്ട് ലാസ്റ്റ് വരയ്ക്കും എൻ്റെ കൂടെയാണ് അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ആ പരവിലാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അയ്യോ, ഞാൻ ആ സിനിമ ഇന്നുവരെ മുഴുവൻ കണ്ടിട്ടില്ല. ഒരു സീനല്ലേ, എല്ലാം ഭയങ്കര വിഷമമാണ്, ഭയങ്കര ഹോണ്ടിങ് ആണ്. ആദ്യം ആ എന്നുള്ളത് സൈലന്റ് ആണ്. തീർച്ചയായിട്ടും എനിക്കറിയാം, ഞാൻ ഇപ്പൊ കാണാറുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ, ജാങ്കോ സ്പേസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. കാരണം നമുക്കെല്ലാവർക്കും, അതായത് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം നടനാണ്, അതായത് ജയറാമേട്ടനാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. ജയറാമേട്ട, ഹാർട്ടി വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് എനിക്ക് ജയറാമേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുന്നത്. അന്ന് ഗോസ്റ്റിൻ്റെ ഇതിനായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് ഓസ്ലർ അബ്രഹാമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജയറാമേട്ടൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. പക്ഷെ ഒരു പ്രത്യേകത, അബ്രഹാമിൻ്റെ വിശേഷമായിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതായത് 30 years കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അതും തെറ്റിപ്പോയി. എന്താ 30 years അല്ലേ? അല്ല, സിനിമയിലാണോ ഉദ്ദേശിച്ചത്? സിനിമയിൽ ഞാൻ വന്നൊരു 36 വർഷം കഴിഞ്ഞു. ഓൾമോസ്റ്റ്. ഓക്കെ, 35 വെച്ചോ. 30+ years, ഒരു 5 കൂടി കൂട്ടിക്കോളൂ. അതെ, 30+ years ആയി ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പം എന്തായാലും എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഇതിന്റെ ഒരു ഹീറോ ആയിട്ടാണെങ്കിൽ കൂടി മൊത്തത്തിൽ ഇത്രയും വർഷം ഒരു നടൻ എന്ന നിലയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? സന്തോഷം വളരെയധികം. കഴിഞ്ഞ ഇത്രയും വർഷത്തിലും മലയാളത്തിലും മറ്റ് ഭാഷകളിലുമൊക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചു. സക്സസ്ഫുള്ളായിട്ടുള്ള, തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു തുടക്കം കിട്ടി. 88 തുടങ്ങി നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളെല്ലാം ചെയ്യാൻ സാധിച്ചു. എന്നെ വെച്ച് സിനിമ ചെയ്ത ഡയറക്ടേഴ്സൊക്കെ എന്നെ റിപ്പീറ്റ് ചെയ്തു. വലിയ വലിയ ഡയറക്ടേഴ്സ് എല്ലാം, ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യനന്ദിക്കാടിനെ പോലെ, കമലിനെ പോലെ, സിബി മലയിലിനെ പോലെ, ഐ വി ശശിയെ പോലെ, ഭരതനെ പോലെ, പത്മനാഭൻ സാറിനെ പോലെ, ഭരതേട്ടനെ പോലെ, അങ്ങനെ അവരൊക്കെ എന്നെ റിപ്പീറ്റ് ചെയ്ത് സിനിമകൾ ചെയ്തു. അതുകൊണ്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കുറേ നല്ല സിനിമകൾ ചെയ്തു. നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. നിറയെ കോസ്റ്റാർസ്, ദ ബെസ്റ്റ് മലയാളത്തിലെ എല്ലാവരും ഉണ്ടായിരുന്നൊരു കാലഘട്ടത്ത്, ഇത്രയും ബെസ്റ്റ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നൊരു കാലഘട്ടത്ത് അവരുടെ കൂടെ അഭിനയിക്കും. ഇതിൽ കൂടുതലൊക്കെ എന്ത് ഭാഗ്യം വേണം ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ. സത്യം, ഒരുപാട് മൈൽ സ്റ്റോൺസ് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഓസ്ലറിൽ വന്ന് എത്തിയിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ജയറാമേട്ടൻ തന്നെ പറഞ്ഞ എവിടെയോ ഞാൻ കേട്ടിരുന്നു, അതായത് ഇതിനു മുമ്പ് നടന്നൊരു പ്രൊമോഷൻ്റെ ഇടയിൽ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞ് കേട്ടിരുന്നു. അതായത് മലയാള സിനിമകൾ നല്ല സ്ക്രിപ്റ്റ് വരാതെ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് മിഥുൻ ചേട്ടൻ ഇതുമായിട്ട് വന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോഴായിരുന്നു ആ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നതെന്ന്. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ചെയ്യുന്നില്ല, കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു മലയാളം ഫിലിം ഇതിനകത്തേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഓസ്ലർ തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു കാരണം? അങ്ങനെയില്ല, ഞാനായിട്ട് മനഃപൂർവ്വം എടുത്തൊരു ബ്രേക്കായിരുന്നു. സിനിമ മാറി, ടെക്നോളജി മാറി, ഓഡിയൻസ് മാറി, എല്ലാം മാറി, ടോട്ടലി മാറി. ഇപ്പോൾ ഒരു പുതിയ ഒരു സിനിമയുടെ ഒരു സംസ്കാരം തന്നെയുണ്ട്, വേറെ ടൈപ്പ് ഓഫ്. അപ്പോൾ അത് എന്താണെന്നൊന്ന് നോക്കിക്കാണാൻ നമുക്കൊന്ന് അതിൽ നിന്ന് പുറത്തിറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിനകത്തിരുന്നിരുന്ന് വട്ടം കറങ്ങി പോകും ഒരേ സ്ഥലത്ത്. സോ ഒരു വഴി തെറ്റിയാൽ കിടന്ന് കറങ്ങുന്ന പോലെ കറങ്ങാതെ അവിടെ നിന്ന് മാറി പുറവേ നിന്ന് ഇതിനെ നന്നായിട്ടൊന്ന് നോക്കിക്കണ്ടാൽ
കൃത്യമായിട്ടുള്ള അറിയാം. അതിന് വേണ്ടി ഒന്ന് മാറി നിന്നപ്പോഴാണ് ഈ സിനിമ വന്നത്, ഇതിലേക്ക് എൻ്റർ ചെയ്ത് തിരിച്ച്. അപ്പോൾ എന്തായാലും ഇതാ ഒരു ന്യൂ സെറ്റ് ഓഫ് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അവരെ എൻ്റർടൈൻ ചെയ്യുന്ന ഫിലിമാണ് എന്ന് ജയറാമേട്ടന് 100% ഉറപ്പാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമ തിയേറ്ററിൽ എത്തുന്നത് വരയ്ക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഫേറ്റ് എന്താണെന്ന് പറയാനേ പറ്റില്ല. നമുക്കിപ്പോൾ ഈ പ്രൊമോഷൻ്റെ സമയത്ത് ഞങ്ങളുടെ സിനിമ മഹോത്തരമാണ്, തകർക്കുന്നു പറയാമെന്നുള്ളതല്ലാതെ എന്താണെന്നുള്ള ഫൈനൽ ഓഡിയൻസിന് വന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ 100% നന്നാവുന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും കൂടി എടുത്തിട്ടുള്ളത്. അതിനകത്തൊരു നല്ല ഒരു ചേഞ്ച് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. മിഥുൻ മാനുവൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടർ റൈറ്ററാണ്. അദ്ദേഹത്തിന് 5-ാം പാതിര കഴിഞ്ഞിട്ടുള്ള സിനിമയാണ്. അത്ര എക്സ്പെക്റ്റേഷനുള്ള സിനിമയാണ്. സോ 5-ാം പാതിര പോലത്തെ സിനിമയല്ല, വേറെ ടൈപ്പ് ഓഫ് മൂവിയാണ്. ഇതൊരു ത്രില്ലറാണ്, ഒരു മെഡിക്കൽ ത്രില്ലറാണ്, ഹൈലി ഇമോഷണൽ ഡ്രാമയുള്ള സിനിമയാണ്. ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സിനിമയാണ്. ആ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സസ്പെൻസ് എന്താണെന്ന് ഈ കാണുന്ന ഓഡിയൻസിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ 11-ാം തീയതി അത് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ ഞാനും റെഡി ആയിട്ടിരിക്കുക. ഇപ്പോൾ ഈ ചെണ്ട വായിക്കുന്നതും അതേപോലെ തന്നെ ആനകളോടുള്ള ഇഷ്ടം, പിന്നെ തോട്ടത്തിലെ ചെറിയ ചെറിയ പച്ചക്കറി കൃഷി, അഭിനയം, ഇതൊക്കെ നമുക്ക് ജയറാമേട്ടൻ്റെ അഭിനയം അല്ലാതുള്ള മറ്റിഷ്ടങ്ങൾ അറിയാം. ഇതല്ലാണ്ട് നമുക്ക് ആർക്കും അറിയാത്ത ഒരു ഇഷ്ടം എന്താ ജയറാമേട്ടനുള്ളത്? വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. അത് തന്നെ. ഞാനൊരു കർഷകനാണ്, ക്ഷീര കർഷകനാണ്. പശുക്കൾ, അത് വേറൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതായിരിക്കും ഇന്നാളാ മറ്റേ 2 കുട്ടികളുടെ ഇത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ജയറാമേട്ടനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അത് ആക്ച്വലി ആ ഒരു സംഭവത്തിലൂടെ എത്രമാത്രം ഒരു മനുഷ്യസ്നേഹിയാണ് മനസ്സിലാക്കിയായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പുറകിൽ ഒരു കഥ ഞാൻ അറിയാൻ വന്നു ജയറാമേട്ടൻ. അതായത് ആ ചേട്ടൻ ഒരു ഷാഹുൽ കോട്ടയം എന്ന് പറഞ്ഞു. ആ ചേട്ടൻ ഒരു ദിവസം പാമ്പ് കടിക്കണ്ടായപ്പം പാമ്പ് പിടിച്ചോ? അപ്പൊ ജയറാമേട്ടനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ആപത്തുണ്ടായപ്പോ ജയറാമേട്ടനായിരുന്നു ഹോസ്പിറ്റലിലെ ഫുൾ എക്സ്പെൻസും എല്ലാം നോക്കിയത്. എന്നിട്ട് അത് സത്യമാണോ ആ കഥ? പാമ്പ് കടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാമ്പ് കടിച്ചതാണോ? അത് പിന്നെ വെറുതെ പാമ്പ് കടിച്ച് അല്ല, എന്തോ ഒരു അതായത് ഹോസ്പിറ്റലിൽ സത്യമാണോ അപ്പൊ ആ കഥ? കുറെ ഉണ്ട്, പക്ഷെ പാമ്പ് കടിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. അസുഖം എന്തോ വന്ന ആശുപത്രിയിലായിട്ടാണ്. അങ്ങനെ നമ്മളിവിടെ ഒരു കഥ കേൾക്കുണ്ടായി. എനിവേ, കമ്മിങ് ബാക്ക് ടു ഓസ്ലർ. ഇതിനകത്ത് ഇപ്പോൾ ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പ്രത്യേകതരം ഗെറ്റപ്പാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഓരോ പോസ്റ്റായിട്ടും സ്റ്റോറി ആയിട്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജയറാമേട്ടൻ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ വരുമ്പോൾ ആൾക്കാർ പറയുന്നത്, ഓ ഇതിനിപ്പോൾ കാളിദാസിനൊരു കോമ്പറ്റീഷൻ ആകുമോ, കാളിദാസിന്റെ ചേട്ടൻ എന്നൊക്കെ പറയുമെന്ന്. ഈ സംഭവങ്ങളൊക്കെ ജയറാമേട്ടൻ കാണുന്നുണ്ടായിരുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ തമാശകളും എല്ലാ ട്രോളുകളും നല്ലതും ചീത്തയും ഒക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ഈ ട്രോളുകളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ണം തന്നെയാണ് കാണിച്ചു തരുന്നത്. എൻ്റെ ചില മുഖങ്ങളൊക്കെ ഇങ്ങനെ പിടിക്കില്ല, ഇങ്ങനെ ചില സൈബർ സെക്യൂരിറ്റി വിങ്ങിൻ്റെ ഹെഡാന്ന് പറയുമ്പോൾ അത് വാട്സാപ്പിലൊക്കെ ഭയങ്കര സ്റ്റിക്കറായിട്ട് ഒരു മോഷൻ ഇങ്ങനെ വരാറുണ്ട്. അത് അവര് തന്നെ ഇട്ട് തരാറുണ്ടോ വാട്സാപ്പിൽ കൂടെ ഒക്കെ? ഞാനിത് മുഴുവൻ എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് പിന്നെ സാധനം ചിരി തുടങ്ങി പിന്നെ ചിരി നിർത്തൂല്ല. ആൾക്കാർക്ക് അങ്ങനെ വളരെ ഇഷ്ടം, ജയറാമേട്ടന് ഇഷ്ടമുള്ള മറ്റൊരു ആസ്പെക്റ്റ് ആണ് ഭയങ്കര ഒരു ഫാമിലി മാനാണ്. അത് നേരിൽ കാണുമ്പോൾ ഞാൻ ചോദിക്കണം എന്ന് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് ഇപ്പം ഇത്രയും നാളായിട്ടും, അതായത് 1992 അല്ലേ അപ്പോഴായിരുന്നു വിവാഹിതനായത്, September 7th, ഇഫ് ഐ എം നോട്ട് റോങ്. ഇതെങ്ങനെ കറക്റ്റായിട്ട് കിട്ടി, ഇവിടെ നിന്നിട്ട് എല്ലാം തെറ്റി. അപ്പം 1992 September 7th അന്ന് തുടങ്ങിയ ആ ഒരു മാരേജ്, അതിലെ ആ ഒരു പ്രണയം, അതിന്നും അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ബ്രേക്കപ്പിൻ്റെയും പാച്ചപ്പിൻ്റെയും ഒക്കെ ഈ കാലത്ത് ആ ഒരു സീക്രട്ട് ഓഫ് ലവ് നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യുക ജയറാമേട്ടാ. അതെന്തിനും ബ്രേക്കപ്പിൻ്റെ കാര്യം ആലോചിക്കുന്നത്, അല്ലാതെ എത്ര കോടിക്കണക്കിന് ജനങ്ങൾ ഇതേപോലെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതിന്റെ സീക്രട്ടാണ് നമുക്ക് അറിയേണ്ടത്. അതിനെന്തൊരു സീക്രട്ട്? അതല്ലേ നമ്മളുടെ സംസ്കാരം, അതല്ലേ നമ്മളുടെ ഒരു എന്താ പറയുക, ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതല്ലേ. നമ്മൾ കുടുംബം, കുട്ടി, അതെല്ലാമായിട്ട് ജീവിക്കുന്ന അതല്ലേ മനുഷ്യൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അത് മറ്റേത് എവിടെയെങ്കിലും 100 നല്ല 99 നല്ലായിരിക്കുമ്പോൾ ഒരെണ്ണം അതിൽ നോക്കേണ്ടതല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. അതെ, എങ്കിലും നമുക്ക് പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ബഹുമാനം, അതല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞങ്ങളിപ്പോഴും പ്രേമമൊന്നും വിട്ടിട്ടില്ല, പ്രണയിച്ചുകൊണ്ടേ. പിന്നെ ഏത് പ്രായത്തിലും നല്ല സുഖമല്ലേ. ഇപ്പോൾ മക്കളൊക്കെ കല്യാണം കൂടി കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രണയിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടും. മറ്റേ അവരുടെ ശല്യം കൂടി ഉണ്ടായിരുന്നു. ഏത് നേരം അപ്പ 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 അമ്മ എന്ന് പറഞ്ഞ് നടക്കില്ലേ, അതൊക്കെ എല്ലാത്തിനും ഓടിച്ചു വിട്ടിട്ട്
അതെ. സ്വസ്ഥമായി പ്രണയിക്കാൻ ഒരു ദിവസം ഇനി വരാൻ പോവുകയാണെന്ന്. ഞങ്ങൾ അങ്ങനെയാണ് 4 പേരും. അത്ര ക്ലോസ്ഡ് ആയതുകൊണ്ട് എന്ത് കാര്യം അമ്മേ അപ്പാ എന്ന് പറഞ്ഞ എല്ലാ 2 പേരും ഉണ്ട്. ഇപ്പം 4 മക്കളായി. 4 മക്കളെ. അതെ അതെ. ഈ വർഷം വന്ന ഏറ്റവും വലിയൊരു വിശേഷം കൂടി അത് തന്നെയാണ്. ഞങ്ങളുടെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ കാളിദാസ് ജയറാം കണ്ണം പറയുണ്ടായിരുന്നു, അതായത് പ്രണയത്തെ പറ്റി ചോദിച്ചപ്പോൾ അന്ന് എൻഗേജ്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, എന്നാൽ പിക്ചേഴ്സൊക്കെ ഔട്ടായിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പം അത് ഞാൻ വീട്ടിൽ പറയുമായിരുന്നില്ല, വീട്ടിൽ പൊക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കള്ളച്ചിരിയോട് കൂടി അതങ്ങനെ വിടുമായിരുന്നു. ചക്കിയാണ് കണ്ടുപിടിച്ചത്. ആണോ? ചക്കിയുടെ അടുത്ത് പറഞ്ഞു, അപ്പോൾ കുഴപ്പമാട്ടോ, ഒന്ന് എവിടെയോ കണ്ണൻ ഇത്തിരി കുഴപ്പത്തിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ബോംബെക്ക് പോവുക. ഞാൻ ചോദിച്ചു എന്താ ബോംബെയിൽ ഷൂട്ടിംഗ് ഉണ്ടല്ല? ഷൂട്ടിംഗ് അല്ല, അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് ഫ്രണ്ട്? അവൻ പോയി. അപ്പോഴാണ് ചക്കി പറഞ്ഞു, അപ്പോൾ പേര് താരിണി എന്നാണ്, മോഡലാണ്. ഇന്ന് ബോംബെയിൽ ആ കുട്ടി റാമ്പിൽ വാക്ക് ചെയ്യുന്നുണ്ട്, എന്തോ മിസ് ഇന്ത്യ കോമ്പറ്റീഷന്, അതിന് വേണ്ടിയിട്ടാണ് വച്ചടിച്ച് പോയേക്കിടന്നത്. അത് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി എനിക്ക് അശ്വതിക്കും. പക്ഷേ കണ്ണനായിട്ട് പറയട്ടെ എന്ന് വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അപ്പോൾ ഇന്ന് വൈകിട്ട് അപ്പ അമ്മയും കാണാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കണ്ണാ ആ വരുമ്പോൾ ആ പെട്ടിയും കൂടി ഞാൻ എടുത്തുകൊണ്ട് വന്നോളാം പറയുക എടുത്ത്. അതെ. എന്തായിരുന്നു മരുമകളെ കണ്ടപ്പോൾ ഉള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ? എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടവൻ കൊണ്ടിരുന്നല്ലേ, പിന്നെ അതെന്ത് അത് അതിനകത്ത് ഒന്നുമില്ലല്ലോ, 100% ഓക്കെ അല്ലേ. ഓക്കെ ആയിരുന്നു. പിന്നെ ആള് ഫാമിലി ഒക്കെ ആയിട്ട് വളരെയധികം ഓണത്തിന്റെ ഫോട്ടോ ആയിരുന്നു പങ്കുവെച്ചത്. അന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്, ആരാണ് എക്സ്ട്രാ ഒരാളിരിക്കുന്നത്. അന്നേ ഒരു ഇതൊക്കെ വന്നതായിരുന്നു. അന്നാണ് ഓണത്തിനാണ് ഫസ്റ്റ് വീട്ടിലേക്ക് വന്നത്. അന്നാണ് നിങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലുണ്ടായ ഒരു ഡിസ്കഷൻ എങ്ങനെ? ഇപ്പൊ ആദ്യമായിട്ട് മരുമകളെ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ കുട്ടി നല്ലതാണ് എന്താണ് അശ്വതി മാം എന്തായിരുന്നു പറഞ്ഞത്? എന്ത് പറയാൻ, ഇപ്പോൾ അവളില്ലാതെ ഞങ്ങൾക്ക് 1 മണിക്കൂർ നീങ്ങില്ല മുമ്പിലേക്ക്. ലിറ്റിൽ ലിറ്റിലാണ് ഞങ്ങൾ. അതെ, ഞങ്ങളുടെ ലിറ്റിലില്ലാതെ അതാണ്. ഇപ്പം ഞങ്ങൾക്ക് 6 മാസം കൂടി കഴിഞ്ഞാൽ ഒരു മോനും കൂടി നവനീത്ത്. അതും ചക്കീനെ ചക്കി തന്നെ പ്രസന്റ് ചെയ്യുമായിരുന്നു വീട്ടിൽ പ്രണയം? അല്ലല്ല, ചക്കിയുടെ അങ്ങനെ പ്രണയമൊന്നുമല്ല. അത് ഇങ്ങനെ ഈ ജാതക മാട്രിമോണി നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരാള് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തന്നെ, അല്ലാണ്ടൊന്നുമില്ല. അറേഞ്ച് ആയിട്ട് വന്നാണ്. അറേഞ്ച് ചെയ്ത് പിന്നെ ഇപ്പൊ ലവ് ആണ്. എല്ലാരും അല്ലെ ഒരു പ്രണയത്തിൽ എങ്ങനെ നിൽക്കുന്ന ഒരു നല്ല കുടുംബം, അങ്ങനെ തന്നെ പോട്ടെ. എന്തായാലും പണ്ടുണ്ടല്ലോ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സിനിമയായിരുന്നു ജയറാമേട്ടൻ, എൻ്റെ വീടും അപ്പൂൻ്റെയും. ഞാനാണെങ്കിൽ അത് ടി വിയിൽ വരുമ്പോൾ പൊടിപ്രായമാണ്, അത് കാണുമ്പോൾ ഞാൻ പറയണത് എനിക്ക് വലുതാകുമ്പോൾ ഈ ചെറുക്കനെ കല്യാണം കഴിക്കണമെന്നൊക്കെ അന്ന് ചെറുപ്പത്തിൽ പറയുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ സിനിമ ടി വിയിൽ വന്നപ്പോൾ ഞാനിരുന്ന് അതിങ്ങനെ കണ്ടപ്പം അതിനകത്ത് എനിക്ക് ഭയങ്കര വിഷമമാണ് ഒരു സീനാണ്. ഒരു സീനല്ലേ, എല്ലാം ഭയങ്കര വിഷമമാണ്. അതിനകത്ത് കാളിദാസ് ചേട്ടൻ ആ സ്റ്റേജിൽ കയറിയിട്ട് സ്പീച്ച് പറയുമ്പോൾ പറയാൻ കിട്ടാണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. അപ്പം അതിനകത്ത് കാണുന്നത് ജയറാമേട്ടൻ ഓഡിയൻസിലിരുന്ന് കരയുന്ന ഒരു ഇതുണ്ട്. ശരിക്കും അതൊക്കെ അഭിനയിച്ചപ്പോൾ കരച്ചിൽ വന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ ആ സിനിമ ഇന്ന് വരെ മുഴുവൻ കണ്ടിട്ടില്ല. സിബി എടുത്ത് ചോദിച്ചോളൂ, ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ സെക്കൻഡ് ഹാഫിൽ ഒരു ഹോണ്ടിങ് മ്യൂസിക് കൊടുക്കും. അപ്പം ഞാൻ തിയേറ്ററിൽ തിരിച്ചു പോകും. എപ്പോൾ ഈ പ്രൊജക്ഷൻ നടന്ന സമയത്ത് അന്ന് ഞാൻ പുറത്തു പോയിട്ടിരിക്കും, എന്നെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറയും. എനിക്ക് അത് പറ്റില്ല. ഇപ്പോഴും സിബിയുടെ ഞാൻ പറയാറുണ്ട്, ആകാശദൂത് എന്നുള്ള സിനിമ ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല. അത് പകുതിയാകുമ്പോഴത്തേക്കും മുക്കാലാകുമ്പോഴത്തേക്കും എനിക്ക് ഇത്ര സങ്കടം താങ്ങാൻ പറ്റില്ല. അശ്വതി കണ്ടിട്ടുണ്ട്, എന്നാലും ഭയങ്കര ഹോണ്ടിങ് ആണ്. പ്രത്യേകിച്ച് കണ്ണനും കൂടി അഭിനയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാര്യം നമുക്കറിയാം സിനിമയാണ്, അതാണ് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നത്, എല്ലാം അറിയാം, എങ്കിൽ പോലും വിഷമം തോന്നും. അതപ്പം അഭിനയിക്കുമ്പോൾ ഒരു വിഷമം തോന്നില്ല, അതായത് ജയിലിൽ കാണാൻ പോകുന്ന സീൻ. അതാണ്. അല്ല, അത് പിന്നെ അഭിനയിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. അഭിനയിച്ച് കഴിഞ്ഞ് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് വേറെ സ്ഥലത്ത് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമുള്ള കാരണം. ഇപ്പം ആ എൻഗേജ്മെന്റ് ഞാൻ അറിയാതെ ചെയ്തതാന്ന് പറഞ്ഞ കാര്യമില്ലേ, തൊഴുതു പിടിച്ചിട്ട് ഭയങ്കര നമുക്ക് കാണാൻ ഭയങ്കര സങ്കടമാവുന്ന ഒരു ഇതാണ്. അച്ഛനും അങ്ങനെ അത്ര ഒരു ഇമോഷണൽ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. സിനിമയിലാണോ ലൈഫിലാണോ ചോദിച്ചത്? റിയൽ ലൈഫിൽ. എൻഗേജ്മെന്റ് വീഡിയോയിൽ കണ്ടത് പറയണ്ടായി, വനിതയുടെ ഇന്റർവ്യൂലാന്ന് തോന്നുന്നു പറയണ്ടായി, ചെല്ലക്കാറ്റ് എന്ന് പറയുന്ന മ്യൂസിക്കും കൂടെ കേട്ടപ്പോൾ എന്റെ പിടി വിട്ടു, ഞാൻ കരഞ്ഞു പോയി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഒത്തിരി ഇമോഷൻസ് ഒരു റോളർ കോസ്റ്റർ കൂടെ പോകുന്ന ഒരു സമയമാണ് മക്കളുടെ ഒക്കെ കല്യാണ ദിവസം. പിന്നെ അതൊക്കെ ലൈഫിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അല്ലേ. അത് അടുത്തൊരു സെക്ഷനിലേക്ക് വരും. ലൈഫിൽ ഓരോന്ന് എൻജോയ് ചെയ്യുക, അതാണ് ലൈഫിൽ. ഞാൻ എല്ലാം എൻജോയ് ചെയ്യും. ഐ മീൻ എൻ്റെ പ്രായം, എനിക്ക് വരുന്ന നര,
അത് ഇത് അങ്ങനെ എല്ലാം. ആ ഒരു പ്രായമാവുന്നതൊക്കെ അയ്യോ, ഞാൻ അത്രയും ഭയങ്കരമായിട്ട് ഓരോ ദിവസവും അതെൻ്റെ എക്സ്പീരിയൻസ് അല്ലേ. എനിക്ക് വരുന്ന നര, എൻ്റെ കണ്ണിൻ്റെ താഴെ വരുന്ന ചുരുക്കുകൾ, ഞാൻ ഓരോന്ന് എൻജോയ് ചെയ്യാൻ, എൻ്റെ മുഖത്ത് വരുന്ന ഓരോ മാറ്റങ്ങളും എല്ലാം എൻജോയ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ ഇനി കുറച്ച് ഇമോഷൻസ് പറയാം ജയറാമേട്ട. അന്നത്തെ ദിവസം ഏത് മൊമെൻറ്റിലാണ് ഇത് വന്നതെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ മൊമെൻറ്റ് ക്രിസ്പായിട്ട് നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ആദ്യത്തേത് സന്തോഷം, ഏറ്റവും ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും തോന്നിയത്. ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരുപാടുണ്ട്. ഒരെണ്ണം പറയാവില്ലേ? മേ ബി എൻ്റെ മോനെ കണ്ണനെ ഫസ്റ്റ് പ്രസവം നഴ്സ് പോലും ഇല്ല, ഞാനാണ് കൈ കൊണ്ടെടുക്കുന്നത് ആദ്യം. അപ്പോൾ ലേബർ റൂമിൽ എന്നെ കയറ്റി കൂടെ ഇരുന്നോളാൻ പറഞ്ഞു. അന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അലവിയില്ല, പക്ഷേ എൻ്റെ അടുത്ത് നിന്നോളാൻ പറഞ്ഞു. അതല്ലാതെ അശ്വതി കയ്യിൽ നിന്ന് വിടുന്നില്ല. പിന്നെ ഞാൻ കൂടെ നിന്നുള്ളതാണ്. എന്തെങ്കിലും ആ സമയത്ത് നോക്കാൻ ഇതാണെങ്കിൽ ഓപ്പോസിറ്റ് മിറർ വെച്ചിട്ട് അവിടെ വേണമെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു. നോക്കാൻ ഞാൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല. ഞാൻ നഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ആളുടെ കൊടുക്കരുത്, ഫസ്റ്റ് ഐ ഹാവ് ടു ടേക്ക്. ഇന്ന് ആ ഒരു അല്ലേ കുഞ്ഞു മോനെ പോലെ വലിയ മേ ബി ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ഓരോന്ന് പറയുമ്പോൾ ഒരെണ്ണം മോളെ അതേപോലെ ഫസ്റ്റ് ഞാൻ തന്നെ കയ്യിലെടുക്കുന്നത് ചെന്നൈയിൽ. ഇനി ചക്കിയുടെ എൻഗേജ്മെൻറ്റ്, ഒരു മകളെ കല്യാണം കഴിച്ചിടുന്ന ഒരു അച്ഛൻ്റെ ഇമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. വേറൊരു വീട്ടിലേക്ക് അയക്കുകയാണ്, ഒത്തിരി തിരക്കുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് വലിയ ഇവൻറ്റുകാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ജയറാമേട്ടനായിട്ട് നിന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളും ജയറാമേട്ടൻ്റെ തലയിൽ കൂടെ ഓടുന്ന കുറേ ടെൻഷൻസൊക്കെ ഉണ്ടാവും. അന്ന് ഏറ്റവും കൂടുതലൊരു ഫ്രസ്ട്രേഷനോ ദേഷ്യമോ തോന്നി എപ്പോഴെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം? കല്യാണം ആയിട്ടില്ലല്ലോ. അല്ല, എൻഗേജ്മെൻറ്റ് ഡേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ ചക്കിയുടെ എൻഗേജ്മെൻ്റ് ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം മദ്രാസിൽ കൊടുങ്കാറ്റും പ്രളയമൊക്കെ പോകുന്നില്ലേ, അതാണ്. ഞങ്ങൾക്ക് കൂർഗിലേക്ക് പുറപ്പെടാൻ പറ്റുന്നില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റില്ല, ഒന്നുമില്ല. ബൈ റോഡ് പോലും എടുക്കണമെങ്കിൽ വീടിൻ്റെ അവിടെ നിന്ന് ഫുൾ വെള്ളം, വണ്ടി പുറത്തെടുക്കാൻ പറ്റില്ല, മരങ്ങൾ വീണു, റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ക്യാൻസലായി പോകുമെന്ന് തോന്നിയ സമയമുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ അവിടെ എത്തിച്ചു എല്ലാവരും. അതൊരു ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു. ഫോട്ടോസിനൊക്കെ നമ്മളിങ്ങനെ വെയിറ്റിംഗ്, അതായത് ഒഫീഷ്യലി അനൗൺസ് ഒന്നും ചെയ്തില്ല, എവിടേക്കോ ആരൊക്കെയോ സൈഡിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഔട്ട് ആയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഓ ചക്കിയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു എന്നുള്ളത്. എന്നാലും ഭയങ്കര സർറിയൽ ആയിട്ടുള്ള ഭയങ്കര രസമുള്ള പിക്ചേഴ്സും മൊമെന്റ്സ് ഒക്കെ. ഐ ഹോപ്പ് നിങ്ങളും അതേപോലെ തന്നെ അന്നത്തെ ദിവസം എൻജോയ് ചെയ്തിട്ടുണ്ടാകും എന്ന്. അതേപോലെ തന്നെ ജയറാമേട്ട, നമ്മൾ ഇന്നലെ ഓഫീസിൽ നാളെ ഇങ്ങനെ ജയറാമേട്ടൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരാൾ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വെട്ടം സിനിമയിലെ ആ കാറിൻ്റെ അടുത്ത് ആരെ ചോദിച്ചു, ബസ് ഡ്രൈവറായിട്ടോ കാറിൻ്റെ അകത്തിരിക്കുന്നത് ജയറാമേട്ടനാണ് എന്ന് ഗൂഗിളിൽ കിടക്കുന്നുണ്ട്. ഇല്ല കേട്ടോ. ആണോ? വെട്ടം സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലില്ല. ഇല്ല, ഇത് ഗൂഗിളിൻ്റെ അകത്ത് കിടക്കുന്നത് വെട്ടം സിനിമയില് ടാക്സി ഡ്രൈവറായിട്ട് ഇങ്ങനെ മുന്തന അതിനകത്ത് പറഞ്ഞിട്ട് കിടക്കുന്നില്ല. ഓക്കെ, നൗ അഗൈൻ നമ്മൾ ഓസ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് വരികയാണ് ജയറാമേട്ട. ഇപ്പം 4 വർഷത്തിന് ശേഷം മിഥുൻ ചേട്ടൻ 5-ാം പാതിരയ്ക്ക് ശേഷം ചെയ്യുന്ന ഫിലിമാണ് ഓസ്റ്റർ എന്നുള്ളത്. എത്രത്തോളം ഒരു കോൺഫിഡൻസ് തന്നു ഈ ഒരു ടൈറ്റിൽ ക്യാരക്ടറിനകത്ത് അവതരിപ്പിക്കാൻ? ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും 100% കോൺഫിഡൻ്റ് ആണ് ആ സിനിമയെക്കുറിച്ച്. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് 100% കോൺഫിഡൻ്റ് ആയിരുന്നു. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അത് ഒന്നുകൂടി ഇരട്ടിച്ചു. ട്രailer റിലീസായപ്പോൾ അത് ഒന്നുകൂടി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒന്നുകൂടി അതിൻ്റെ സന്തോഷം ഇരട്ടിച്ചു. ഇനി അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് തിയേറ്ററിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതേ റെസ്പോൺസ് കിട്ടുന്നുള്ളതാണ് പ്രതീക്ഷ. നന്നായിരിക്കുന്ന സിനിമ, നല്ല രസമുണ്ട്. നല്ല ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന ആ ഒരു സസ്പെൻസ് ഇങ്ങനെ അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ട്. ത്രില്ലർ നന്നായി കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ പൾസും ഒട്ടുമിക്കൊക്കെ തന്നെ ചക്കിക്കും കണ്ണനും ഒക്കെ ആയാലും അറിയാൻ പറ്റുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു ഫിലിം കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പം അവരുടെ ഒരു റെസ്പോൺസ് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ ഒരു സിനിമ ഇത് ചെയ്തപ്പോൾ. നിങ്ങൾ സ്റ്റാർ ഫാമിലിയിലായാലും ഇങ്ങനെ ഓരോ സിനിമ ജയറാമേട്ടനായാലും കണ്ണനായാലും വരുമ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റ് ഒക്കെ 4 പേരും ഒരുമിച്ച് ഒന്നുമില്ല. കണ്ണൻ്റെ അത് കഥ കേൾക്കുക എനിക്ക് അറിഞ്ഞൂടെ. ചോദിക്കുക ഏതാ സിനിമ ചെയ്യണം ചോദിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. 4 പേരിന്ന് വട്ടം കൂടിയിരുന്ന സ്ക്രിപ്റ്റ് വായിക്കാറൊന്നുമില്ല കേട്ടോ. സിനിമ സബ്ജക്റ്റേ വീട്ടിൽ സംസാരിക്കാറില്ല, അതാണ് പ്രധാനം. ആ വിഷയമേ ഇല്ല. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് പ്രൊമോഷൻ കഴിഞ്ഞാൽ നാളെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രൊമോഷൻ്റെ അവിടെ എന്ത് നടന്നു, എന്ത് നടന്നു, എന്തൊക്കെ തമാശ, അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർലി വേറെ. വീട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ സിനിമ ഒരു വിഷയമേ ആവാറില്ല. ഇപ്പോഴാണെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരുപാടധികം കല്യാണ കാര്യങ്ങളും അതും ഇതൊക്കെ. അയ്യോ പിന്നെ എന്തായാലും ജയറാമേട്ട, അഗൈൻ വി ആർ ഗോയിങ് ടു എ സ്മോൾ സെഗ്മെന്റ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം, അവരായിട്ടുള്ളൊരു ബെസ്റ്റ് മെമ്മറി ഒന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യണം. സോ ആദ്യം തന്നെ നമ്മുടെ കൂടെ ഉള്ളത് ജഗതി ചേട്ടൻ്റെ പേരാണ്. വിറ്റ്നസ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയൊരു പടം ജയറാമേട്ടൻ തുടക്കകാലത്ത് ചെയ്യുകയുണ്ടായി. അദ്ദേഹമായിട്ട് അപരൻ എന്നുള്ള സിനിമ തൊട്ട് ജഗതി ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്.
വിറ്റ്നസ് അമ്പിളിച്ചേട്ടൻ എഴുതിയ സിനിമയാണ്. പിന്നെ അത് കൂടാതെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മോഹൻലാലാണോ ഞാനാണോ എന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ ആ കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ലാൽ സാർ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ജഗതിച്ചേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ പടങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരുപക്ഷെ ഒരു നായകൻ എന്നുള്ള നിലയ്ക്ക് അത് കഴിഞ്ഞിട്ട് ലാൽ സാർ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാനായിരിക്കാം. അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം, ഇത്ര ഒരു മഹാനായ ഒരു നടൻ്റെ കൂടെ ഇത്ര സിനിമകൾ ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴും ഏറ്റവും ഒരു വിഷമെന്ന് പറയുന്നത് ജഗതിച്ചേട്ടൻ്റെ ഒരു തിരിച്ചു വരവ് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ആഗ്രഹിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും അതുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഷോട്ട് ലാസ്റ്റ് വരയ്ക്കും എൻ്റെ കൂടെയാണ് അഭിനയിച്ചത്. ലാസ്റ്റ് ഷോട്ട് ചെയ്തത് ഒരുപക്ഷെ എൻ്റെ കൂടെയായിരുന്നു, തിരുവമ്പാടി തമ്പാൻ എന്നുള്ള സിനിമയ്ക്ക്. രാത്രി 1-1:30 മണിക്ക് ഞങ്ങൾ പിരിയുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് നാളെ രാവിലെ നമുക്ക് ഒരേ സെറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, നാളെ അവിടെ കാണാം മർക്കാരയിൽ. അപ്പോൾ ജയചേട്ടൻ എനിക്ക് ഒരു ഷോട്ട് കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കാറ് തിരിച്ചിടുന്നു. ആദ്യം അമ്പിളിച്ചേട്ടൻ്റെ വണ്ടി എടുത്തു, അമ്പിളിച്ചേട്ടൻ ഒരു ഷോട്ടും കൂടി ഇല്ല, ഞാൻ ആദ്യം പോയേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നാളെ കാലത്ത് അവിടെ കാണാമെന്ന് പറയുന്നു ലാസ്റ്റ് ഷോട്ട്. അത് കഴിഞ്ഞ് ആ പരവിലാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ ആ സിനിമയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ഷോട്ട്സും ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ടാണ് പോയത്. എന്തായാലും ആ ഒരു തിരിച്ചുവരവ് ജയറാമേട്ടനെ പോലെ തന്നെ നമ്മളും ആഗ്രഹിക്കും. തീർച്ചയായിട്ടും മെമ്മറി ഏറ്റവും കൂടുതൽ നല്ല ഓർമ്മകൾ തന്നെയാണ്. അടുത്തത് ഒരു പക്ഷേ ജയറാമേട്ടന് ഓൺ സ്ക്രീനും ഓൺ സ്റ്റേജും ഒത്തിരി മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് മണിച്ചേട്ടൻ്റെ മെമ്മറീസിലൂടെ ജീവിക്കാൻ മലയാളികൾക്ക് എന്നും ഇഷ്ടമാണ്. മണിച്ചേട്ടനായിട്ട് ഒത്തിരി നല്ല ഓർമ്മകൾ ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു മെമ്മറി? ഒരെണ്ണമാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. 100 എണ്ണം ഉണ്ടാവും. അയ്യോ എത്രയോ. കലാഭവനിൽ ഒക്കെ മണിച്ചേട്ടനുള്ള സമയത്തൊക്കെ ഞാൻ അതിനൊക്കെ മുമ്പ് വന്നല്ലേ. ഈ ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാകും മേ ബി നിങ്ങൾ അബ്രോഡൊക്കെ പോകുമ്പോഴായിരിക്കും. അബ്രോഡ് പോകുമ്പോഴുണ്ട്, ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം പോകുമ്പോഴുണ്ട്, സിനിമയിലുള്ളതുണ്ട്. മണി ഒരു ട്രേഡ് മാർക്ക് പോലെ ആ ചിരി തുടങ്ങുന്നത് ദില്ലിവാല രാജകുമാരൻ എന്നുള്ള സിനിമയുടെ സമയത്താണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് മുമ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനകത്ത് സിനിമ ഒരു ഷോട്ടിൽ ഇങ്ങനെ ചിരിച്ചു മണി, ചിരിച്ച വഴിക്ക് ഒന്നുകൂടി ചിരിക്കുക. ഞങ്ങളൊരു 10-15 പ്രാവശ്യം കേട്ടു. ഇതൊരു കാലങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു ചിരിയായിരിക്കും കേട്ടോ മണിയുടെ. മണി എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ചേട്ടാ അന്നത്തെ ചിരി ദില്ലിവാല രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മളെല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. തീർച്ചയായും നമ്മൾ മാത്രമല്ല, കേരളത്തിലുള്ള ഓരോരുത്തരും മിസ് ചെയ്യുന്ന ഒരാളാണ്. എക്സാക്ട്ലി. ഡൗൺ ടു എർത്തായിട്ട് മണ്ണിൽ നിന്നൊരു മനുഷ്യനാണ്. പിന്നെ ജനങ്ങളുടെ കൂടെ, ചാലക്കുടിക്കാരുടെ കൂടെ നിന്ന ആളാണ്, അവരിലൊരാളാണ്. ഇനി അടുത്തത് നമ്മുടെ പ്രഭു സാറാണ്. കഴിഞ്ഞ ദിവസം ടി വിയിൽ മലയാളി മാമനും അടക്കം രാത്രി 11 മണിക്ക് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കുത്തി കണ്ടു. കാരണം നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ, അതിനകത്ത് ഉള്ള ജയറാമേട്ടൻ്റെ എനിക്ക് തോന്നുന്നു ആ ഒരു കുടുംബത്തിലെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു നായകനെ ആക്ച്വലി അഭിനയിച്ച് ഫലിപ്പിക്കാൻ ജയറാമേട്ടന് ഭയങ്കര കഴിവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇങ്ങനെ ഒരു സാധനം കാണിക്കും ജയറാമേട്ടൻ ടെൻഷൻ വരും ഇങ്ങനെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പ്രഭു സാറായിട്ടുള്ള നല്ലൊരു കുടുംബ പ്രാരാബ്ദം എനിക്ക് എല്ലാത്തിലും ഉണ്ട്. എല്ലാ സിനിമയിലും കുടുംബ പ്രാരാബ്ദമാണ്. മര്യാദയ്ക്ക് ഒരു ജോലി എനിക്ക് ഉണ്ടാവില്ല, 3 പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ടാവും, ഒരു മുറപ്പെണ്ണുണ്ടാവും, അയാളുടെ അച്ഛനാണെങ്കിൽ എന്നെ കൊല്ലാൻ നിറപ്പുണ്ടാവും. അങ്ങനെ എല്ലാത്തിലും ചെയ്ത സിനിമയിൽ ഒരു 50 എണ്ണത്തിൽ ഈ കഥയുണ്ട്. അതെ, അന്നൊക്കെ ഒറ്റപ്പാലത്താണ് സിനിമ. ഒറ്റപ്പാലം, വരിക്കാശ്ശേരി മന, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ. പ്രൊഫസറായിട്ടുള്ള നല്ലൊരു മെമ്മറി എന്തായിരിക്കും? പ്രൊഫസറായിട്ട് എന്താ ഏറ്റവും പറയണോ? പ്രൊഫസറിൻ്റെ ശിവാജി സാറിൻ്റെ മകൻ ആ വീട്ടിൽ പോയി സാറുള്ളപ്പോൾ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പ്രൊഫസറായിട്ടും ആ വീട്ടിനകത്തേക്ക് പോവുക പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡ്രീമാണ്. ശിവാജി സാറിൻ്റെ വീട്ടിനകത്തേക്ക് പോകാമെന്ന് പറയും. ഇപ്പോഴും രാജകൊട്ടാരമാണത്. ഭയങ്കരമാണ്. ചെല്ലുമ്പോൾ നമുക്കങ്ങോട്ട് കാല് വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വേറെ വൈബ്രേഷൻ തോന്നും. അന്ന് സാറുള്ളപ്പോൾ ശിവാജി സാർ ഇരിക്കുമ്പോൾ ആ കസേരയിലിങ്ങനെ ഇരിക്കും, പോയി കാണാനുള്ളത്. ഇപ്പോൾ സെയിം പൊസിഷൻ പ്രൊഫസറിനെ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് വേറൊരു റോയൽ ടച്ചാണ് അതൊക്കെ തോന്നുന്നത്. പിന്നെ പണ്ടൊക്കെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലത്ത് ചിന്തിച്ചിട്ടും കൂടെ ഉണ്ടാവില്ല അല്ലെ ഇങ്ങനത്തെ ഒരിക്കലും. ആ വീടിനകത്തേക്ക് പോകാൻ പറ്റുന്ന പോലും വിചാരിച്ചിട്ടില്ല. മദ്രാസിലെല്ലാവരും അതിശയമായിട്ട് പുറമേ നിന്ന് കാണുന്നൊരു വീടാണ്. അതിനകത്ത് പോയിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സോ ബ്ലെസ്ഡ്. ഒരു കംബാക്കിന് ശേഷം മലയാളത്തിലേക്ക് ഒരു കംബാക്കായിട്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുകയാണെന്നുള്ളൊരു ടെൻഷൻ എവിടെയെങ്കിലും ജയറാമേട്ടന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് എനിക്ക് ഒരേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. മിഥുൻ മാനുവൽ പറഞ്ഞിരുന്നു, ഒരു സ്ഥലത്ത് പോലും
ജയറാമിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ആക്ഷൻസ് വരരുത്, അത് വരാതെ ഒന്ന് റിപ്പീറ്റേഷൻ വരാതെ നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് 100% അങ്ങനെ നോക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുമായിരിക്കും ഇതുവരെ എൻ്റെ സ്ഥിരമുള്ള മാനറിസം ഒന്നും വരാതെയാണ് ചെയ്തിട്ടുള്ളത്. നോക്കി അതൊരു ചലഞ്ചായിരുന്നു. അത് നന്നായി ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് മാത്രമേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ഒരേ ജോലി തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴായാലും നമുക്ക് ഇന്ന് കുറച്ച് റിയാക്ഷൻസ് അറിയാതെ വരും, നമ്മളറിയാതെ വരും. ഇപ്പോൾ ചിരിക്കുക എന്നുള്ളത് എനിക്കിങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്നില്ല, അതെനിക്ക് തനിയെ എപ്പോഴും വരുന്നതാണ്, അല്ലാതെ ഞാനത് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്നതല്ലേ. ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനത് അവസാനിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചിരി വരും, എനിക്കത് തനിയെ വരും. ആക്ച്വലി നമ്മൾ ഈ ചിരി പോലെ തന്നെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള ജയറാമേട്ടൻ്റെ ഒരു സിഗ്നേച്ചർ സാധനമുണ്ട്. എന്തിനും പറയുമ്പോൾ അവന് എന്നൊരു വേഷം ഇട്ടിട്ട് ഒരു സാധനമുണ്ട്, പിന്നെ പറഞ്ഞ ശവം ആ ഒരു ടോണിലൊന്നും പറയോ ജയറാമേട്ട? ശവം എന്നൊന്നും ഇപ്പൊ പറയാൻ പാടില്ല. എന്താ അല്ലെങ്കിൽ അവന്റെ എന്നുള്ളൊരു ആക്ഷൻ ഞാൻ പറയാം. ഹാപ്പി ഹസ്ബൻഡ്സില് ജയസൂര്യനെ ആണോ ഇന്ദ്രജിത്താണോ വർണ്ണിക്കുമ്പോ എന്നൊരു ടീഷർട്ട് ഇട്ട് രാവിലെ അവൻ ഇറങ്ങിക്കോളും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അത് സെയിം ശബ്ദം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എൻ്റെ എന്ന് പറഞ്ഞു. ഇത് വീട്ടിലിപ്പം കണ്ണനൊക്കെ ഒത്തിരി സ്റ്റാർസിനെയൊക്കെ അനുകരിക്കാറുണ്ടല്ലോ. ജയറാമേട്ടൻ ഇതേപോലെ എന്തെങ്കിലും മാൻഡസ് ഒക്കെ അവർ വീട്ടിൽ പറയാറുണ്ടോ? ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയും കേട്ടോ. ഇങ്ങനത്തെ തമാശകളൊക്കെയാണ് വീട്ടിലാകെ പറയുന്നത്. കണ്ണനുണ്ട് ഈ അസുഖം കേട്ടോ. ആണല്ലേ? ഈ പറഞ്ഞ സെയിം സാധനം നമ്മുടെ ഇന്ന് വന്നാണോ അല്ല തനിയെ അവന് ജനറ്റിക് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ പോയി മറ്റേത് ആദ്യപ്പോഴത്തേക്ക് അയാൾ വന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞ് അത് തനിയെ വരും. അവന് ചക്കിക്കും ഉണ്ട്. ചക്കി സംസാരിക്കുമ്പോൾ അത് പറയും, എന്താ അമ്മ രാവിലെ തൊട്ട് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ. ചക്കിയുടെ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ഒരു വീഡിയോ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ്. ഒയ്യോ വേറെ ലെവലാണ്. ചക്കി തുടങ്ങിയാൽ ഞങ്ങൾ ചിരിച്ച് കുത്തി മറയും ബെഡിൽ. ഒരു സ്പോർട്സ് സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. സിനിമയിലേക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു കാലത്ത്. ചക്കിക്ക് അതിനോട് താല്പര്യം ഇല്ലായിരുന്നു. കുറേ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ താല്പര്യമില്ല. ചക്കിക്ക് ആകെ ചക്കി ഒരു ആഡ് ചെയ്തു, പിന്നെ ഒരു ആൽബം സോങ് അത് ഈസ് മൈ ഡിസ്റ്റന്റ് റിലേറ്റീവ് നമ്മുടെ അഭിനയിച്ചിട്ടില്ല നമ്മുടെ അദ്ദേഹം. അങ്ങനെ വിളിച്ചപ്പോൾ അങ്ങനെ പോയി ചെയ്തതായിരുന്നു അല്ലേ? അടിപൊളി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ആനയായിട്ട് മുണ്ടൊക്കെ എടുത്ത് നടക്കുന്ന ചക്കിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ആൾക്കാർ ഇങ്ങനെ കമന്റ് ഉണ്ട്, വീട്ടിലെ ആനയാണോ? അല്ലല്ല, അതെന്റെ ഒരു ഫ്രണ്ടിന്റെ ആനയാണ്. ആനയും ചെരിഞ്ഞു ഇല്ല അപ്പം നടക്കൽ ഉണ്ണികൃഷ്ണൻ. കഴിഞ്ഞ ദിവസം കണ്ണൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജയറാമേട്ടൻ. അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളതാണ്. സ്പീച്ച് അതെനിക്ക് അച്ഛൻ പഠിപ്പിച്ച് തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ജയറാമേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ എനിക്ക് പറ്റിയത് കിട്ടിയ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലേ, അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അത് ജയറാമേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കളെ സ്റ്റേജിൽ പോയിട്ട് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം. അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അവൻ അത് എൻ്റെ തലയിലേക്ക് വെച്ചതാ. കള്ളായിരുന്നു എന്ന് പറഞ്ഞത്. എന്നാലും എന്താ പറയേണ്ടത് ചോദിച്ചപ്പോൾ ലൈറ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് ഇത്ര ഹെവി ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടൊന്നും എനിക്ക് തോന്നില്ല. അതിന് ഏത് മക്കള് സ്റ്റേജിൽ കയറും അച്ഛനമ്മമാരിപ്പം നമ്മുടെ ആണെങ്കിലും പറഞ്ഞു കൊടുക്കുമല്ലോ, പറഞ്ഞു പഠിപ്പിക്കുക, ആ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞതായിരുന്നു അല്ലേ. എന്തായാലും January 11th ഇനി അബ്രഹാം ഓസ്റ്റർ വരികയാണ് ജയറാമേട്ട. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ ഫിലിം. താങ്ക് യു. സിനിമ തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ കാണുമോ? അല്ല ഞാൻ തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? അപ്പോൾ എന്തായാലും ആ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരേക്കും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം അത് എപ്പോഴും തന്നെ ഉണ്ട്, അത് ഇനിയും ഒരുപാട് കൂടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല ഇത് നന്നാവുകയാണെങ്കിൽ കുറേ ഇങ്ങനത്തെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും മലയാളത്തിൽ. എന്നാൽ ആ പഴയ ആ ഒരു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിലൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ആ ഒരു ഹ്യൂമർ സെൻസ് ഓഫ് ടച്ചുള്ള ഒരു ഹീറോയിൻ്റെ സംഭവം അത് നമുക്കിനി കാണാൻ പറ്റുമോ ഒരു ഫിലിമിൽ? അല്ല, അത്തരം സിനിമകൾ ഇപ്പോൾ ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് ടി വിയിൽ കാണാറുണ്ട്. പക്ഷെ അത് ഇനിയിപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ സിനിമ എത്രത്തോളം പോസിബിൾ എങ്ങനെ അറിയില്ല, പറയാൻ പറ്റില്ല, നമുക്ക് ടോട്ടലി എല്ലാം ഒന്ന് ചേഞ്ച് ആയപ്പോൾ. അങ്ങനത്തെ സിനിമകളോട് അത് ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടം. അന്നത്തെ സിനിമ അങ്ങനെ കാണാൻ ഇഷ്ടമാണ്. ഇനി അതേ ടൈപ്പ് ഇനിയിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയാൽ എത്രത്തോളം അതിനൊരു സ്വീകാര്യത ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്, കണ്ണൻ ചേട്ടനും ജയറാമേട്ടനും ഒരുമിച്ച് ചെയ്തപ്പോഴായിരുന്നു കണ്ണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഒരു സിനിമ നിങ്ങൾ ഒരുമിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ആരെങ്കിലും വിളിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനത്തെ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാമല്ലോ. അടിപൊളി, ഉറപ്പായിട്ടും. എന്തായാലും ജയറാമേട്ടന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സർപ്രൈസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവേ, നിങ്ങൾ ഇത്രയും പരിപാടിയൊക്കെ ഒരുക്കിയിട്ടുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചതാണ്.
അപ്പൊ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ? പിന്നെന്താ? സോ വിത്ത് യുവർ പെർമിഷൻ ഞാൻ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എത്തിച്ചിട്ടുള്ള ചെണ്ടക്കട ടീമിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാണ്. ഗൈസ് പ്ലീസ് കം ഓൺ. ആക്ച്വലി നമ്മുടെ ഇന്റർവ്യൂവിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ജയറാമേട്ട ഒരു ചെണ്ടയൊക്കെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ സാധാരണ ഞാനും ഗസ്റ്റും കൂടെ ഇരുന്നുള്ള ഒരു ടോക്കാണ് നമ്മൾ കൊണ്ടുവരാ. അപ്പൊ 30 വർഷത്തിന് അധികം 35 അതല്ല ഇത് ഇവർക്ക് 30 വർഷം ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ശരിക്കും നിങ്ങളല്ലായിരുന്നു 30? അദ്ദേഹത്തിന്റെ പ്രായം പോലും 30 ആയിട്ടില്ല. പിന്നെ എന്തെന്നത്? അത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ലേ? ആ ചേട്ടന്റെ പേരെന്താ? അരുൺ. 30 വയസ്സില്ല അല്ലേ? കണ്ട, എന്നിട്ട് അദ്ദേഹം 30 വർഷത്തിന് മുകളിലേക്ക് കൊട്ടുമെന്ന് പറഞ്ഞിട്ട്. അതല്ല, ഞാൻ ജനിച്ചപ്പോ തൊട്ട് അവരുടെ ചെണ്ടക്കടയ്ക്ക് 30 വർഷത്തിന് മേലെ പാരമ്പര്യം ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. ചെണ്ടക്കടയ്ക്ക് നല്ല കണ്ടറിയാലോ യങ് ബോയ് ആണെന്ന്. അപ്പൊ എന്തായാലും ചേട്ടാ റെഡി അല്ലേ?
അടിപൊളി അടിപൊളി. തകർത്ത്. എന്ത് പുതിയ വട്ടമല്ലേ? ജയറാമേട്ടാ ആ, പുതിയ- ഒന്ന് കൈ ധരിക്കണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. പുതിയ ചെണ്ട മേടിച്ചാണ് ഫസ്റ്റ് പരിപാടി ആ അയ്യോ ഒന്നുകൂടി താഴേക്ക് വലിയണവൻ. ജയറാമേട്ടാ ജയറാമേട്ടാ ഇവിടെ നിന്ന് അവിടെ ഇരുന്നോണ്ട് തന്നെ ഇല്ല വേണ്ട ജസ്റ്റ് തട്ടിയാൽ നല്ല ചെണ്ട. ചെണ്ടയുടെ വായ്ത്താരിയുണ്ട്. ആ ആദ്യം ആ എന്നുള്ളത് സൈലന്റ് ആണ്. ആ ഡ ഡ ന ക. സന്തോഷായില്ലേ താങ്ക് യു. ആ കൈ കൊണ്ടു? ഗുരുവായൂരപ്പ. ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓ. ക്വസ്റ്റ്യൻ ഇല്ല, ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇത്ര നാളില് നമ്മള് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ജയറാമിന്റെ മേളം കാണാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേളം എന്ന് പറയുന്നത് ഏതാ? ഇഷ്ടപ്പെട്ടത് നമുക്ക് നല്ല ആന ചോറ്റാനിക്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നടപ്പന്തലിൻ്റെ അകത്ത് നിന്ന് കറക്റ്റായിട്ട് ആ പവിഴമല്ലിയുടെ അവിടെ 151 പേർക്ക് നിരന്ന് നിൽക്കാൻ പറ്റും. എൻ്റെ കൂടെ 150 ഞാൻ ഞാൻ വന്നിട്ടുണ്ട്. 151 പേരാണ്. അപ്പോൾ ഈ 5ാം കാലത്തിലൊക്കെ ഉരുളുപോലൊക്കെ വരുമ്പോഴത്തേക്കും തകത് എന്താ അങ്ങനെ കിടക്കും, അതിങ്ങനെ താങ്ങും. ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഫെബ്രുവരി 13 എൻ്റെ ഗുരുനാഥനായ മട്ടന്നൂരിനോടൊപ്പമാണ് പാലക്കാട്. 18 ഏഴര പൊന്നാൻ ഏറ്റുമാനൂരപ്പൻ്റെ അവിടെ എല്ലാ വർഷവും ഉള്ളതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ ഒരുപാട് മച്ച്. സന്തോഷം. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. തകർത്തൂല്ലേ അവര്? തകർത്തില്ലേ? ഗംഭീരമില്ലേ? തീർച്ചയായിട്ടും. ചെണ്ടക്കട എന്ന് പറഞ്ഞാൽ നമ്മുടെ shop ആണ്. എനിക്കറിയാം. ആ. ഞാൻ ഇപ്പോൾ കാണാറുണ്ട് ഇതിൽ നെറ്റിപ്പട്ടവും എല്ലാം ചെയ്യും. നെറ്റിപ്പട്ടം. അത് ഞാൻ കാണാറുണ്ട്. നെറ്റിപ്പട്ടമാണ്. മയിൽപ്പീരിയുടെ നല്ല സിൽവറിൽ ചെയ്ത നെറ്റിപ്പട്ടം. അതെ, അത് പാക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ പിന്നെ ഈ ചെണ്ട ആന എന്തുണ്ടെങ്കിലും അപ്പോൾ ഒന്നായിരിക്കും. താങ്ക് യു. അവർ വന്നപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു ജയറാമേട്ടന് വേണ്ടിയിട്ട് ചെണ്ടക്കടയിൽ നിന്ന് അവരൊരു സ്പെഷ്യൽ ഒരു മിനിയേച്ചർ ചെണ്ട കൊണ്ടുവരുന്നുണ്ട്. നല്ല അവരുടെ കടയിലെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഭംഗിയാണ്. ആഹാ. ആ 64 ഇതും ചെയ്യാറുണ്ടോ താഴെ? അതെയാ. ഇതൊന്നും കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. 64 സംഭവം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ജയറാമേട്ട. താങ്ക് യു. അപ്പോൾ ഈ വെറുതെ പറയുന്നത് 15 പോയി പടം കണ്ടിട്ട് വിളിക്കാം. എന്തായാലും കാണാം, നമ്മളെല്ലാവരും കാണുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു. അപ്പോൾ 11th കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.